ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി തോട്ടുപാലത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട ചാലക്കുടി പുഴമ്പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 42 ബെയറിംഗുകളാണ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി മാറ്റി സ്ഥാപിച്ചത്. കേരളത്തിലെവിടെയും എയിംസിന് സ്ഥലം അനുവദിക്കാമെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇന്ധനവില വർധനയുടെ സാഹചര്യത്തിൽ സംസ്ഥാനം നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്നും സുരേഷ് ഗോപി. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാർ. തൃശൂർ ചാലക്കുടിയിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി റോഷനാണ് അറസ്റ്റിലായത്. ദേശീയപാത പെരിഞ്ഞനത്ത് ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. ചൂണ്ടൽ സിഗ്നലിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടു. കുതിരാൻ തുരങ്കത്തിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. അതിരപ്പള്ളിയിൽ കാട്ടാന ദൌത്യം തുടർന്ന് പ്രത്യേക ദൌത്യസംഘം. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനകൾ എത്തുന്നത് തടയുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വാർത്തകൾ വിശദമായി. തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ കേരള തീരത്തെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് മഴ ശക്തമാകാൻ കാരണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ശക്തമായ മഴയിൽ തോട്ടുപാലത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളും ഗ്യാസ് സിലിണ്ടറും മോട്ടോറുകളും കിണറിലേക്ക് വീണു. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. കാഞ്ഞിരക്കോട്ട് തോറ്റുപാലം സിത്താര ഹൌസിൽ സേതുവിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണർ ഇടിഞ്ഞതോടെ വീടിനും തകർച്ചാ ഭീഷണിയുണ്ട്. സമീപത്തെ വടക്കൻ വീട്ടിൽ ഷീനയുടെ വീട്ടുമതിലും കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നിരുന്നു. കനത്ത മഴയിൽ ദേശീയപാത മണത്തലയിൽ വീണ്ടും അപകടക്കുഴി രൂപപ്പെട്ടു. ഇന്ന് രാവിലെ സ്ത്രീ ഉൾപ്പെടെ 3 പേർ കുഴിയിൽ വീണു. ദേശീയപാത സർവീസ് റോഡ് മണത്തല പള്ളിക്ക് വടക്ക് ഭാഗത്താണ് ഇരുചക്ര യാത്രികർ ജീവന് ഭീഷണിയാകുന്ന അപകടക്കുഴി രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതർ കുഴി മണ്ണിട്ട് നികത്തിയെങ്കിലും മഴ കനത്തതോടെ വീണ്ടും വലിയ ഗർത്തമായി മാറി. വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴി കാണുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്നതിനാൽ താൽക്കാലികമായി കുഴി മണ്ണിട്ട് നികത്തിയാൽ വീണ്ടും കുഴി രൂപപ്പെടുന്ന സ്ഥിതിയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ ശക്തമായ മഴയിൽ റോഡരികിലെ മരം കടപുഴകി വീണു. അങ്ങാടിത്താഴം ഖബർസ്ഥാൻ റോഡിലെ വലിയ ചീനി മരമാണ് കടപുഴകിയത്. സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലേക്കാണ് മരം വീണത്. റോഡിന്റെ ഒരു വശം തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ സ്ലാബ് മതിലും ഭാഗികമായി തകർന്നു. ഈ മരത്തോട് ചേർന്ന് നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് വാർഡ് കൗൺസിലർ നൌഷാദ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ 1 മാസം മുൻപ് മാറ്റി സ്ഥാപിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾക്കിടയാക്കിയില്ല. ചൊവ്വന്നൂരിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചൊവ്വന്നൂർ കരിപ്പറമ്പിൽ സുധാസിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം കടപുഴകി വീണത്. വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ ആസ്ബറ്റോസ് ഷീറ്റുകളും അടുക്കള ഭാഗത്തെ ഷീറ്റുകളും മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകളും തകർന്നു. ആർക്കും പരിക്കില്ല.
ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 3 ആഴ്ചയോളം അടച്ചിട്ട ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഒരാഴ്ച മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചുവെങ്കിലും സ്ലാബുകൾക്കിടയിലെ ജോയിന്റുകളിൽ നടത്തിയ കോൺക്രീറ്റ് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പാലം പണി പിന്നെയും നീണ്ടത്. പുഴയിൽ നിന്നുള്ള 7 തൂണുകൾക്കും മുകളിലെ സ്ലാബുകൾക്കുമിടയിലുള്ള 42 ബെയറിംഗുകളാണ് മാറ്റി സ്ഥാപിച്ചത്. അർദ്ധവാർഷിക പരിശോധനയിൽ കണ്ടെത്തിയ തകരാറിനെ തുടർന്ന് GIPL കമ്പനിക്ക് അറ്റകുറ്റപ്പണികൾക്ക് കരാർ നൽകുകയായിരുന്നു. പ്രവൃത്തികൾ നടക്കുന്നതിനിടയിൽ ഒരു ഭാഗത്തുകൂടി ഭാരം കുറഞ്ഞ വാഹനങ്ങളെ കടത്തിവിട്ടത് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കി. കേരളത്തിലെവിടെയും എയിംസിന് സ്ഥലം അനുവദിക്കാമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. കഴിഞ്ഞ 10 വർഷം ഇടതു സർക്കാരിൽ നിന്ന് കേൾക്കാത്ത അഭിപ്രായമാണ് മുരളീധരൻ പങ്കുവച്ചത്. അനുയോജ്യമായ 5 സ്ഥലങ്ങൾ കണ്ടെത്തി കേന്ദ്രത്തെ അറിയിക്കുക എന്നതാണ് അടുത്ത നടപടി. ആലപ്പുഴയും ഇടുക്കിയുമാണ് സംസ്ഥാനത്ത് എയിംസ് വരേണ്ട സ്ഥലങ്ങൾ. തൃശൂരിനും എയിംസിന് അവകാശമുണ്ട്. രേഖാമൂലം കാര്യങ്ങൾ നീക്കിയാൽ അടുത്ത ബജറ്റിന് മുൻപ് കേരളത്തിന് എയിംസ് ലഭിക്കും. ഇന്ധനവില വർധനയുടെ സാഹചര്യത്തിൽ സംസ്ഥാനം ടാക്സ് കുറയ്ക്കുന്നതിന് തയ്യാറാകണം. കേന്ദ്രം നേരത്തെ ടാക്സ് കുറയ്ക്കുന്നതിന് തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ ഇന്ധനവില കുറയ്ക്കണമെന്നാവശ്യപ്പെടും. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ധനവിലയുടെ കാര്യത്തിൽ ഇന്ത്യ മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. $3 കോടി ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ. കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 95 ലക്ഷം രൂപ MLA ഫണ്ടും 1,50 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തിടുക്കപ്പെട്ടാണ് മന്ത്രി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചോർന്നൊലിച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നും പ്രധാനപ്പെട്ട ഫയലുകളും ഫർണിച്ചറും ഉപകരണങ്ങളും നശിച്ചു പോകുകയാണെന്നും കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. ഇതുമൂലം ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാലും കുന്നംകുളം MLA AC മൊയ്തീനും ചേർന്ന് നടത്തിയ അഴിമതി തുറന്നുകാട്ടുന്നതാണ് നിലവിലെ അവസ്ഥയെന്ന് മെമ്പർമാർ പറഞ്ഞു. ഇന്ന് പഞ്ചായത്ത് കെട്ടിടത്തിനകത്തേക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം മഴ പെയ്താൽ കംപ്ലീറ്റ് വെള്ളം പഞ്ചായത്ത് ഓഫീസിനകത്ത് കെട്ടി നിൽക്കുകയും അതിനകത്തുള്ള ഫയലുകൾ നശിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഏകദേശം 95 ലക്ഷം രൂപ MLA ഫണ്ടും 1,80 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടും ഉപയോഗിച്ച് പണിത ഈ പഞ്ചായത്ത് കെട്ടിടം എങ്ങും എത്താത്ത രീതിയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ബസന്തലാലിന്റെ നേതൃത്വത്തിൽ അതുപോലെ ഇന്നത്തെ ഇവിടുത്തെ MLA AC മൊയ്തീന്റെ ഒത്താശയോട് കൂടെ നടന്നിട്ടുള്ള വലിയൊരു അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കെട്ടിടം. പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കേണ്ട അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, തൊഴിലുറപ്പ് ഓഫീസ്, VEOമാരുടെ ഓഫീസ് എന്നിവ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർക്ക് AC അടക്കമുള്ള സൗകര്യവും ഇൻവെർട്ടർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കറണ്ട് പോയാൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കാനുള്ള യാതൊരു സംവിധാനവും ഇവിടെയില്ല. മഴ പെയ്താൽ ചോർച്ചയും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുമാണുള്ളത്. വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള സംവിധാനമില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ കുറ്റപ്പെടുത്തി. അശാസ്ത്രീയ രീതിയിലുള്ള നിർമ്മാണമാണ് മുൻ LDF പഞ്ചായത്ത് ഭരണസമിതി നടത്തിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാർ ഓഫീസിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും കോൺഗ്രസ് മെമ്പർമാരും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണാനുള്ള നടപടിയുണ്ടാകുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ മീന ശലമോൻ, MV വിജീഷ്, MR സജിത, ആനി, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. ചാലക്കുടിയിൽ വയോധികയെ വഴിയിൽ ഒളിഞ്ഞു നിന്ന് ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം സ്വർണം കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി സ്വദേശി റോഷനാണ് അറസ്റ്റിലായത്. കണ്ണൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഓൺലൈൻ ലോൺ അപ്രൂവൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഇയാൾ ആർഭാട ജീവിതം നയിക്കാനാണ് കൊള്ള നടത്തിയത്. കഴിഞ്ഞ 3 വർഷമായി പോട്ട വാഴക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രതി. കഴിഞ്ഞ മെയ് 30 പുലർച്ചെയാണ് വാഴക്കുന്ന് സ്വദേശിയായ വയോധികയെ വീട്ടിൽ നിന്നും പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനിടെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ചാലക്കുടി ഡിവൈഎസ്പി KP ബെന്നി, ഇൻസ്പെക്ടർ T ശശികുമാർ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, BU സിൽജോ, AU റെജി, MJ ബിനു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.
ദേശീയപാത പെരിഞ്ഞനത്ത് ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. ഉത്തർപ്രദേശ് സ്വദേശി രഞ്ജിത് സിംഗ്, തമിഴ്നാട് സ്വദേശി രാജ്കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ പെരിഞ്ഞനം യമുന ഹാളിന് മുന്നിലായിരുന്നു അപകടം. കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുപോകുന്ന ലോറിയും കായ കയറ്റിപ്പോയിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് റോഡിലെ ഡിവൈഡറിലും ട്രാഫിക് സിഗ്നലിലും ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് നിന്നത്. ബസ്സിലെ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അളഗപ്പ നഗറിൽ സ്കൂട്ടർ വൈദ്യുതി തൂണിലിടിച്ച് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വരന്തരപ്പള്ളി വേലൂപ്പാടം കിണർ സ്വദേശി കരിയാത്താൻ വീട്ടിൽ വേലായുധന്റെ മകൻ 26 വയസ്സുള്ള അഭിജിത്താണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയിലാണ് മരിച്ചത്. കല്ലൂർപ്പാടം വഴിയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് അളഗപ്പ പാർക്കിന്റെ കമ്പിവേലിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി റോഡിൽ വൺവേക്ക് സമീപം സ്വകാര്യ ബസ്സും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർദിശയിൽ നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ ഒന്നിനു പിന്നിൽ ഒന്നായി 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 3 പിക്കപ്പ് വാനുകളും ബസ്സും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഒരിടവേള. അതിരപ്പള്ളിയിൽ കാട്ടാന ദൗത്യം തുടർന്ന് പ്രത്യേക ദൗത്യസംഘം. ഇന്നലെ പുഴ കടത്തിവിട്ട കാട്ടാനക്കൂട്ടം തിരികെ എത്താതിരിക്കാൻ ദൗത്യസംഘം നിരീക്ഷണം ശക്തമാക്കി. എണ്ണപ്പനത്തോട്ടത്തിലെത്തിയ ആനകളെ ദൗത്യസംഘം വനത്തിലേക്ക് തുരത്തി. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനകൾ എത്തുന്നത് തടയുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആനകളെ തുരത്തുന്നതിന് വിശദമായ പ്ലാൻ തയ്യാറാക്കും. ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്താൻ ചൊവ്വാഴ്ച മുതലാണ് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചത്. അതേസമയം അതിരപ്പള്ളിയിൽ പുലർച്ചെ വെറ്റിലപ്പാറ ചാത്തോളി മാത്യുവിന്റെ വീട്ടുമുറ്റത്തെത്തിയ ആനക്കൂട്ടം വനത്തിലേക്ക് തുരത്തിയെങ്കിലും വീണ്ടും വീട്ടുമുറ്റത്തെത്തി. പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ലോക പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവാർഡ് സമ്മാനിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൽ തൃശൂർ മോഡൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പുരസ്കാരം പ്രചോദനമാകുമെന്ന് മേയർ നിജി ജസ്റ്റിൻ പറഞ്ഞു. ശ്രീനാരായണപുരത്ത് തണ്ണീർത്തടം നികത്തി കെട്ടിടം നിർമ്മിക്കാൻ ശ്രമം. പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ മുള്ളൻ ബസാറിന് സമീപം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട തണ്ണീർത്തടമാണ് നികത്തുന്നത്. നേരത്തെ സ്ഥലമുടമയായ രാജന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെ തുടർന്ന് നിർത്തിവെച്ച നികത്തലും നിർമ്മാണവും വീണ്ടും ആരംഭിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു.
മഴക്കാലത്ത് അതിരൂക്ഷമായ വെള്ളക്കെട്ടും വേനലിൽ കടുത്ത ശുദ്ധജലക്ഷാമവും നേരിടുന്ന പരിസ്ഥിതി ലോല പ്രദേശമാണിത്. നിലം നികത്തലിനെതിരെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് പരിസ്ഥിതി സംഘടനയായ കോച്ചാലി പെരുന്തോട് സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ റൂറൽ പോലീസ് മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് SP B കൃഷ്ണകുമാർ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് വിൽപ്പനക്കാർ, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവർ, ധനസഹായം ചെയ്തു നൽകുന്നവർ തുടങ്ങിയവരെ മരണത്തിന്റെ വ്യാപാരികളായി കണക്കാക്കുമെന്നും ഇവർക്കെതിരെ മുഖം നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി റൂറലിലെ 500 സ്കൂളുകളിൽ പോസ്റ്റർ പ്രചരണം നടത്തിയതായും കുട്ടികൾക്ക് ബോധവൽക്കരണ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. റൂറൽ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായും തുടർന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും SP കൃഷ്ണകുമാർ അറിയിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മൃച്ഛകടികം കൂടിയാട്ടം ഞായറാഴ്ച വൈകിട്ട് 5-ന് ഭാരതീയ വിദ്യാഭവൻ സർവമൈത്രി പ്രതിഷ്ഠാനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രൊഫസർ KG പൗലോസ് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വിനോദ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. നടന കൈരളിയുടെ സ്ഥാപകനായ വേണുജിയെ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാര ജേതാവായി തെരഞ്ഞെടുത്തതിനോടനുബന്ധിച്ചാണ് കൂടിയാട്ട അവതരണം. വാർത്താ സമ്മേളനത്തിൽ ശ്രീനിവാസ് കുന്നമ്പത്ത്, കലാമണ്ഡലം നാരായണൻ നമ്പ്യാർ, കലാനിലയം ഹരിദാസ്, കലാനിലയം ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ച് നശിപ്പിച്ചു. 58 കിലോ കഞ്ചാവ്, 134 ഗ്രാം മെത്തഫെറ്റമിൻ, 390 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയാണ് ചിറ്റിശ്ശേരിയിലെ മഹാദേവ ഓട്ട് കമ്പനിയിലെ ചൂളയിലിട്ട് കത്തിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് നേതൃത്വം നൽകി. കോടതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ലഹരി വസ്തുക്കൾ പോലീസ് നശിപ്പിച്ചത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് ഉയർന്ന ചൂളയിലിട്ട് ഇവ കത്തിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായ ബോധവൽക്കരണം പൊതുജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ലഹരി വസ്തുക്കൾ നശിപ്പിച്ചതെന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞു. ಬಗ್ಗೆ പോയിട്ട് അതിൻ്റെ എന്തൊക്കെ ഡ്രഗ്സ് പിടിച്ച ശേഷം അതിൻ്റെ സാമ്പിളിംഗ് ശേഷം അതിൻ്റെ കെമിക്കൽ പരിശോധന റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വരുന്ന ശേഷം ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റി ഒരു NDPS ആക്ട് പ്രകാരം ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഇതിൻ്റെ എല്ലാ ഡിസ്പോസലിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ തൃശ്ശൂർ സിറ്റി പോലീസും റെയിൽവേ പോലീസും പിടിച്ച കുറേ ഗഞ്ചാവും അതിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ടോട്ടൽ ഒരു 58 കിലോഗ്രാംസ് ഓഫ് ഗഞ്ചാവും, 134 ഗ്രാംസ് ഓഫ് MDMA, ഹാഷിഷ് ഓയിലും പിന്നെ കുറച്ച് ഈ തമ്പ എത്തിക്കാൻ വന്നിട്ടുണ്ട്. ഇതൊരു ബോധവൽക്കരണയുടെ ഭാഗമാണ്. ജനങ്ങളോട് പറയാൻ വേണ്ടി ഇത് ഒരു ഓപ്പറേഷൻ തൂഫാനിൻ്റെ ഭാഗമായിട്ട് വി ആർ പ്ലാനിങ് ദിസ് എക്സസൈസ്. ഇത് ഏനാമക്കൽ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ ക്ഷീര കർഷകരെ ആദരിക്കലും പതാക ഉയർത്തലും നടത്തി. വാർഡംഗം AH ഫൈസൽ ക്ഷീരദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് TI സുരേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജോർജൻ മാളിയേക്കൽ, സംഘം സെക്രട്ടറി PR രജനി, PK ഉത്തമൻ, KA ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. നേട്ടങ്ങളുടെ പട്ടികയുമായി തൃശൂർ ജില്ലാ റൂറൽ പോലീസ്. ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കാനൊരുങ്ങി റൂറൽ SP. 2025 ജനുവരി മുതൽ 2026 മെയ് വരെ കാപ്പ പ്രകാരം 50 പേരെ ജയിലിലടയ്ക്കുകയും 207 പേരെ നാടുകടത്തുകയും ചെയ്തതായി റൂറൽ SP B കൃഷ്ണകുമാർ വ്യക്തമാക്കി. വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനായുള്ള പാസ്പോർട്ട് പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി തൃശൂർ റൂറൽ പോലീസ് സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 12 മാസത്തിനിടെ ഏകദേശം 1 ലക്ഷം അപേക്ഷകളാണ് കാലതാമസമില്ലാതെ തീർപ്പാക്കിയത്. വാഹനാപകടം സംഭവിച്ചാൽ ഉടമയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിന് അത്യാവശ്യമായ പോലീസിന്റെ GD സർട്ടിഫിക്കറ്റ് 48 മണിക്കൂറിനുള്ളിലാണ് റൂറൽ പോലീസ് ലഭ്യമാക്കുന്നത്. സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട പണം അതിവേഗം തിരിച്ചുപിടിച്ചു നൽകുന്നതിൽ റൂറൽ പോലീസ് സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ്. 2026 മെയ് വരെ വിവിധ കേസുകളിലായി 3.34 കോടി രൂപ പരാതിക്കാർക്ക് തിരികെ നൽകാൻ സാധിച്ചതായി റൂറൽ SP പറഞ്ഞു. നാട്ടിൽ കുറ്റകൃത്യങ്ങൾ നടത്തി വിദേശത്തേക്ക് കടന്ന് രക്ഷപ്പെടുക എന്ന രീതിക്ക് അന്ത്യം കുറിച്ച് ഓപ്പറേഷൻ സുദർശന വഴി വിവിധ രാജ്യങ്ങളിൽ നിന്നായി 80 പ്രതികളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തു.
ഇതിനായി രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. 112 എന്ന എമർജൻസി നമ്പർ സംവിധാനത്തിന്റെ റൂറൽ പോലീസിന്റെ പ്രതികരണ സമയം വേഗത്തിലാക്കിയത് മികച്ച നേട്ടമാണെന്ന് റൂറൽ പോലീസ് വ്യക്തമാക്കി. TCV ഇരിങ്ങാലക്കുട. പാവറട്ടി തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നോട്ട് ബുക്കുകൾ നൽകിയത്. സോഷ്യൽ മീഡിയ അവതാരകൻ രുദ്രൻ മഹേഷ് നോട്ട്ബുക്ക് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തജ്നീദ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി അഫ്സൽ പാലുവായി അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ മരുതയൂർ, പാവറട്ടി പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി ചെയർമാൻ VJ വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജീവ്, KC ഖാദർ മോൻ തുടങ്ങിയവർ സംസാരിച്ചു. കരുവന്നൂർ വലിയ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയ പാലത്തിന്റെ മുകളിൽ നിന്ന് കഴുത്തിൽ കയർ കുരുക്കി ചാടിയതാണെന്ന് കരുതുന്നു. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വലിയ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യകൾ കൂടിയ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷമാണ് വലിയ പാലത്തിന് ഇരുവശത്തുമായി ഫെൻസിംഗ് സ്ഥാപിച്ചത്. തൃക്കൂർ പഞ്ചായത്തിന്റെ കള്ളായി, വെള്ളാനിക്കോട് മലയോര പ്രദേശങ്ങളിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികൾ രംഗത്ത്. സ്വകാര്യ ബസ്സുകളെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത്. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് ഒരു ബസ് സർവീസ് നടത്തണമെന്ന ആവശ്യത്തിലാണ് ജനപ്രതിനിധികൾ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയത്. ചികിത്സയിലുള്ള രോഗികളായ ഒട്ടനവധി ആളുകൾ 2 ബസ്സുകൾ കയറിയാണ് യാത്ര ചെയ്യുന്നത്. KSRTC ബസ് സൗകര്യം ലഭ്യമാകുന്നതോടെ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകുമെന്ന് നിവേദനത്തിൽ പറയുന്നു. ഏറെ വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിബരൻ ചൂണ്ടേലുപറമ്പിൽ, സൈമൺ നമ്പാടൻ, ജോജു ചാഴൂക്കാരൻ എന്നിവരാണ് നിവേദനം നൽകിയത്. പാഞ്ഞാൾ പൈങ്കുളത്ത് തനിച്ചു താമസിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധികയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേരപ്പറമ്പിൽ വീട്ടിൽ പരേതനായ രാമൻ ഭാര്യ 69 വയസ്സുള്ള നാരായണിയാണ് മരിച്ചത്. 3 പെൺമക്കളെയും കല്യാണം കഴിച്ചുകൊടുത്ത ഇവർ തനിച്ചാണ് താമസിക്കുന്നത്. രാവിലെ മക്കൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കളെത്തി അന്വേഷിച്ചപ്പോഴാണ് വീടിനകത്ത് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുമെന്ന വ്യാജ പ്രഖ്യാപനം നടത്തി വിദ്യാർത്ഥികൾക്ക് TC നൽകാതെ അധികൃതർ പിടിച്ചുവെക്കുന്നതായി പരാതി. കുന്നംകുളം ചൊവ്വന്നൂരിലെ സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിനെതിരെയാണ് ആരോപണം. നിലവിൽ UP സ്കൂളായ ഈ സ്ഥാപനം ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി സ്കൂൾ അധികൃതർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഈ അപേക്ഷയിൽ അനുകൂലമായ തീരുമാനമോ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യലോ നടന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് തുടർ പഠനത്തിനായി മറ്റ് വിദ്യാലയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. എന്നാൽ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് ഉടൻ തന്നെ 8ാം ക്ലാസ് ആരംഭിക്കുമെന്ന വാഗ്ദാനം നൽകി സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകാതെ പിടിച്ചുവെച്ച് രക്ഷിതാക്കളെയും കുട്ടികളെയും വിഡ്ഢികളാക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു. TC ലഭിക്കാത്തതിനാൽ കുട്ടികൾക്ക് മറ്റ് സ്കൂളിൽ പോയി ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കാത്ത പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് വിടുതൽ സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കുന്നംകുളം നഗരസഭാ കൌൺസിലർ ഷാജി ആലിക്കൽ, തൃശൂർ DDE, ചാവക്കാട് DEO എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂള് UP ഹൈസ്കൂളുമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതു ഡയറക്ടർക്ക് ഇവര് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് യാതൊരു മറുപടിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് അവിടെ ബോയ്സ് 7 വരെ പഠിച്ച കുട്ടികൾക്ക് ഹൈസ്കൂള് ഇപ്പൊ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് TC കൊടുക്കാതെ ആ TC പിടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ സ്കൂള് തുറന്നു. ഇനി കുട്ടികൾ ഇത് വൈകും തോറും ഈ കുട്ടികൾക്ക് മറ്റു സ്കൂളുകളിൽ ചേരാനോ അല്ലെങ്കിൽ മറ്റു സ്കൂളിലെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ചേരാനോ കഴിയില്ല. അതുപോലെ തന്നെ ഇനി സീറ്റ് ഇല്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാവി അപകടത്തിലാവും. TC നൽകാതെ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന സ്കൂളിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ സ്കൂളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് TC നൽകാൻ തയ്യാറാണെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. TCV ന്യൂസ്, കുന്നംകുളം. സൃഷ്ടിയുടെ സൗന്ദര്യം നാനാത്വത്തിലാണെന്ന് മാതാ അമൃതാനന്ദമയി. ഭൂമിയും പ്രകൃതിയുമാണ് നമ്മുടെ അമ്മയെന്നും മാതാ അമൃതാനന്ദമയി.
അയ്യന്തോൾ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. കിരീടമല്ല, ചെരുപ്പാണ് കല്ലും മുള്ളും തട്ടാതെ നമ്മെ സംരക്ഷിക്കുന്നത്. എല്ലാവരിലും എല്ലാറ്റിലും ആധ്യാത്മികമായി നന്മ മാത്രമാണ് ഉള്ളത്. കുഞ്ഞുങ്ങൾക്ക് മൂല്യങ്ങൾ പറഞ്ഞുകൊടുത്ത് മൂല്യാധിഷ്ഠിത സമൂഹത്തെ വീണ്ടും സൃഷ്ടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നാം വികാരജീവിയാകാതെ വിവേകജീവിയാകണം. കാലം, പ്രയത്നം, ഈശ്വരകൃപ എന്നീ 3 കാര്യങ്ങളുടെ സംയോജനം മൂല്യവത്തായ സമൂഹ സൃഷ്ടിക്ക് ഇടയാക്കുമെന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, പൊർണാട്ടുകര രാമകൃഷ്ണമഠം സന്യാസി സ്വാമി നന്ദാത്മജാനന്ദ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, സംഗീത സംവിധായകൻ വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ രജിസ്റ്റർ ചെയ്ത അമൃതശ്രീ അംഗങ്ങൾക്കുള്ള സാരികൾ, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈകൾ എന്നിവയുടെ വിതരണവും ചടങ്ങിൽ നടന്നു. തുടർന്ന് മാതാ അമൃതാനന്ദമയിയുടെ സാന്നിധ്യത്തിൽ ഭക്തിഗാനസുധ, ധ്യാന പരിശീലനം എന്നിവ നടന്നു. ശാവാസമിതം സർവം എന്നാണ് നമ്മുടെ മന്ത്രം. ലോകാസമസ്താസുഖം ഭവന്തു എന്നൊക്കെയാണ് മന്ത്രം. ഒരു പ്ലെയിൻ എഞ്ചിൻ കാണാൻ പറക്കില്ല, സ്ക്രൂവിലും പറക്കാൻ പറ്റില്ല. ഒന്നും നമുക്ക് നിസ്സാരമല്ല. ഒരു കൈ സ്വർണ്ണ വെച്ച് ഓപ്പറേറ്റ് ചെയ്യും, സ്വർണ്ണ എടുക്കി അത് കൊച്ചുകുട്ടികൾ തുമ്പിക്കൊണ്ട്. വടക്കേമഠം ബ്രഹ്മസ്വം തൃശൂർ വേദപാഠശാലയിൽ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തെക്കേമഠം മാനേജർ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വേദപാഠശാല പ്രിൻസിപ്പൽ കാപ്ര ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. വടക്കേമഠം പ്രസിഡന്റ് പാഴൂർ പരമേശ്വരൻ, പ്രധാന വേദാചാര്യൻ വടക്കുംപാട്ട് പശുപതി നമ്പൂതിരി, ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല മലേഷ്യമംഗലത്ത് പ്രവർത്തിക്കുന്ന ശിവജി നഗർ 148 നമ്പർ അംഗൻവാടിയിലെത്താൻ കുഞ്ഞുങ്ങൾക്ക് കാട് താണ്ടണം. കാടിനകത്തുള്ള ഈ അംഗൻവാടിയിലേക്ക് പോകുന്ന കുട്ടികൾ യാതൊരുവിധ സുരക്ഷയും ഇല്ലാത്ത രീതിയിലുള്ള യാത്രയാണ് നേരിടുന്നത്. കാടിലൂടെയും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുമുള്ള യാത്രയിൽ പാമ്പുകടി ഉൾപ്പെടെയുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടാണ് കുട്ടികൾ അംഗനവാടിയിലേക്ക് പോകുന്നത്. കൊട്ടിഘോഷിച്ചുള്ള പ്രവേശനോത്സവങ്ങൾ നടക്കുമ്പോഴും നിർധന വിഭാഗത്തിൽപ്പെട്ട ഉന്നതിയിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ തുടർക്കഥയാവുകയാണ്. മുപ്പത്തഞ്ച് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന അംഗനവാടിയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ തലച്ചുമടായി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ടീച്ചർക്കും സഹപ്രവർത്തകർക്കും. അംഗൻവാടിയുടെ 100% പ്രവർത്തനങ്ങളും നടത്തിയെന്ന് സംവിധാനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച വാട്ടർ ടാങ്ക് ഉൾപ്പെടെ നോക്കുകുത്തിയായിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. മഴക്കാലമായാൽ പാമ്പ് ഉൾപ്പെടെയുള്ള ഉരകജീവികളുടെ ഭീഷണിയും പ്രദേശവാസികൾ നേരിടുന്നുണ്ട്. കുടിവെള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഈ അംഗൻവാടിയിൽ ഇല്ല. കുരുന്നുകളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ഭക്ഷണം പാചകത്തിനുമെല്ലാം വെള്ളം തലച്ചുമടായാണ് ടീച്ചറും സഹായിയും എത്തിക്കുന്നത്. കാടിനുള്ളിലൂടെ പോകുന്ന ഈ സ്ഥലത്ത് മലവെള്ളപ്പാച്ചിൽ വരുന്ന സ്ഥലം കൂടിയാണെന്നതിനാൽ മഴക്കാലങ്ങളിൽ പല കുട്ടികളും അംഗൻവാടിയിലേക്ക് വരാറില്ല. ഉന്നതികളുടെ പേര് മാറ്റിയാൽ മാത്രം പോരാ, ഉന്നതികൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളും നൽകണമെന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അവസ്ഥ. TCV തിരുവില്ലാമല. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ നിവേദ്യ കെ പ്രദീപിനെ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. അഡ്വക്കേറ്റ് S. അജി, കോർപ്പറേഷൻ കൗൺസിലർ വത്സല ബാബുരാജ്, K. ഗോപാലകൃഷ്ണൻ, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, K. സുരേഷ് കുമാർ, CC ദേവി എന്നിവർ പങ്കെടുത്തു. വനിതകളെ സ്വയം പര്യാപ്തരാക്കാൻ തയ്യൽ മെഷീൻ വിതരണവുമായി പാവറട്ടി റോയൽ ലയൺസ് ക്ലബ്ബ്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് തയ്യൽ മെഷീൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് OJ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ബിന്ദു സാംസൺ, ഗുരുവായൂർ മുനിസിപ്പൽ 10ാം ഡിവിഷൻ കൗൺസിലർ KM മെഹറൂഫ്, ഡോക്ടർ റോമിയോ ജെയിംസ്, ക്ലബ്ബ് സെക്രട്ടറി എഞ്ചിനീയർ VC ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. 23ാമത് ഫിഫ ലോകകപ്പ്
ഈ മാസം 11 മുതൽ ജൂലൈ 19 വരെ US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി അരങ്ങേറും. ചരിത്രത്തിലാദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആകെ 104 ആവേശകരമായ മത്സരങ്ങളാണ് 39 ദിവസങ്ങളിലായി നടക്കുക. കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകവേദിയിൽ മാറ്റുരയ്ക്കാൻ അവസരം നൽകുന്ന ഈ ടൂർണമെന്റ് കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാമാങ്കമായി മാറും. വടക്കേ അമേരിക്കയിലെ 16 അത്യാധുനിക നഗരങ്ങളിലാണ് വേദികൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ സാൻ ഫ്രാൻസിസ്കോ ബേ, ലോസ് ആഞ്ചലസ്, ന്യൂയോർക്ക് തുടങ്ങിയ പ്രമുഖ നഗരങ്ങൾ ഉൾപ്പെടുന്നു. ജൂൺ 11 മെക്സിക്കോ സിറ്റിയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ അസ്ടെക് സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം. 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ സ്റ്റേഡിയം എന്ന ബഹുമതിയും ഇതിന് സ്വന്തമാകും. ആരാധകർ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം ജൂലൈ 19 ന്യൂയോർക്ക്, ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കൊപ്പം സ്പെയിൻ, ഫ്രാൻസ്, ബ്രസീൽ തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് ഇത്തവണയും കിരീട സാധ്യതയിൽ മുന്നിൽ നിൽക്കുന്നത്. അന്തിക്കാട് മഹാത്മജി കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയവരെ അനുമോദിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1195 മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി വിജയിച്ച ആയിഷ നൌഷാദിനെ മഹാത്മജി കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി അന്തിക്കാട് പഞ്ചായത്ത് മെമ്പർമാരായ മിജി ലോനപ്പനും സിദ്ധാർത്ഥൻ കളത്തിലും ചേർന്ന് മൊമന്റോയും ഷോളും അണിയിച്ച് അനുമോദിച്ചു. പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഷൈൻ പള്ളിപ്പറമ്പിൽ, EI ആന്റോ, TR രാജീവ്, EV ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ പ്രിയോർ മാവിൻ തൈ നട്ട് സ്കൂൾ മാനേജർ ഫാദർ സെബി പാലമറ്റത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക PP പ്രിൻസി അധ്യക്ഷത വഹിച്ചു. മാനേജർ പ്രതിനിധി ഫാദർ പ്രവീൺ പോൾ, വാർഡ് മെമ്പർ ധന്യ സിബിൽ, എപ്പാർട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ, PTA പ്രസിഡന്റ് സിജി ലിജോ, അധ്യാപകരായ T പ്രിൻസ് പോൾ, സിമി ജോസ് പോൾ, ഫ്രാൻസി ജോൺ, റോസ്മേരി, MK സീന എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന വാദ്യോപാസന പെരുമ്പാവൂരിലും തിരുവല്ലാമലയിലുമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പെരുമ്പാവൂർ വടകുറ്റി ബ്രാഹ്മണ സമൂഹം ഹാളിൽ ആദ്യ പരിപാടി ഞായറാഴ്ച തൃക്കാമ്പുറം ജയൻ മാരാർ ഉദ്ഘാടനം ചെയ്യും. 21 തിരുവല്ലാമലയിലെ വെങ്കിച്ചൻ സ്വാമി പഠന കേന്ദ്രത്തിൽ 2ാം ദിവസത്തെ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ TI മോഹൻദാസ്, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി MNS നായർ, K നാരായണൻകുട്ടി, അന്നമന്തട മുരളീധര മാരാർ എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,320, പവന് 1,14,560. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തുമെന്ന കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി തോട്ടുപാലത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട ചാലക്കുടി പുഴമ്പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 42 ബെയറിംഗുകളാണ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി മാറ്റി സ്ഥാപിച്ചത്. കേരളത്തിലെവിടെയും എയിംസിന് സ്ഥലം അനുവദിക്കാമെന്ന ആരോഗ്യമന്ത്രി K മുരളീധരന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇന്ധനവില വർധനയുടെ സാഹചര്യത്തിൽ സംസ്ഥാനം നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്നും സുരേഷ് ഗോപി. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ വെള്ളക്കെട്ട്.
കളിവഞ്ചിയിറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാർ. തൃശൂർ ചാലക്കുടിയിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി റോഷനാണ് അറസ്റ്റിലായത്. ദേശീയപാത പെരിഞ്ഞത്ത് ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. ചൂണ്ടൽ സിഗ്നലിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടു. കുതിരാൻ തുരങ്കത്തിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. അതിരപ്പള്ളിയിൽ കാട്ടാന ദൌത്യം തുടർന്ന് പ്രത്യേക ദൌത്യസംഘം. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനകൾ എത്തുന്നത് തടയുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.